നമുക്ക് നമ്മൾ ആഖിറം രക്ഷപ്പെടണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആഖിറം രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശ്വാസം ശരിയാവണം, അതിൻ്റെ കർമ്മങ്ങൾ ശരിയാവണം, അതിനോട് ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളും ശരിയാവണം. അപ്പോൾ ആ ഒരു ഉദ്ദേശം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് ജനങ്ങളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത്. മറ്റൊന്ന്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ഇവിടെ പ്രസംഗകരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്ത്. കാരണം ഇസ്ലാമിൻ്റെ തിയറി അതാണ്, ലാ യൻഹാക്കുമുല്ലാഹു അനില്ലദീന ലാ യുഖാതിലുക്കും ഫിദ്ദീൻ. നിങ്ങളോട് നിങ്ങളെ ദീനിൻ്റെ കാര്യത്തിൽ തർക്കത്തിനിക്കും യുദ്ധത്തിനിക്കും ഒന്നും വരാത്ത ആളുകൾ, വലം യുഖ്രിജുക്കും മിൻ ദിയാരിക്കും, നിങ്ങളെ നാടിൽ നിന്നൊന്നും അവർ നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കണില്ല, അല്ലെങ്കിൽ പുറത്താക്കണില്ല. ആ നിലക്ക് നിങ്ങളോട് സൗഹാർദ്ദത്തിൽ നിൽക്കുന്ന ആളുകളോട് അന്തബറു, അവർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കണം. ഇതാണ് ഇസ്ലാമിൻ്റെ തിയറി. അപ്പോൾ നമ്മളെ നാടിൽ നിന്ന് നമ്മളെ പുറത്താക്കാൻ ശ്രമിക്കാതിരിക്കുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ശക്തമായ നിലക്കുള്ള പ്രതികരണമായിരുന്നു ഏതെങ്കിലും മറ്റ് വിശ്വാസികളോട് ഏതെങ്കിലും നിലക്കുള്ള അവരോടുള്ള സമീപനത്തിൽ എന്തെങ്കിലും അവർക്ക് പ്രയാസപ്പെടുത്തുന്ന ഒന്നുണ്ടായിട്ടുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഫലീസ മിന്നാന്ന. അവിടെ സഖ്യത്തിലുള്ള ആളുകൾ അത് പല ഇസ്ലാമിലെ ആ സഖ്യത്തിൻ്റെ രൂപം പല രൂപത്തിലുണ്ട്. അപ്പോൾ ഇസ്ലാമിക സാമ്രാജ്യം വളർന്ന് പന്തലിച്ച് അത് ശക്തമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവരോടൊക്കെ യുദ്ധം മുഖേന നേരിടുകയോ അതല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനത്തെ പല ജാതി സഖ്യങ്ങൾ 2-3 ഐറ്റത്തിലുണ്ട് ഇസ്ലാമിൽ. അപ്പോൾ ആ നിലക്കുള്ള സഖ്യങ്ങളിൽ ഇസ്ലാമിക ഗവൺമെൻറ്റുമായിട്ട് സഖ്യം ചെയ്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഫലീസ മിന്ന, അവൻ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം. ഈ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതാണ് സമസ്ത കേരള ജമിയത്തിലും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സന്ദേശം. നമ്മളോട് ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വരാത്തവർ, നമ്മുടെ രാജ്യത്ത് നമ്മളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കാത്ത ആളുകൾ, അവരോട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. ഇസ്ലാമിക സാമ്രാജ്യം അത് എത്ര ശക്തമായ കാലഘട്ടത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും